ഇതെന്താടാ കാരണം? ഇത് കണ്ടല്ലോ, ഈ നനവൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്നുള്ള ആ ഒരു തണുപ്പിൻ്റെയാണ്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് കഴുകി കയറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കഴുകി നല്ലോണം സെറ്റാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. പക്ഷേ സോപ്പിട്ട് കഴുകാത്തതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതിൻ്റെ ഔട്ടർ സൈഡ് സെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞിട്ട് എല്ലാവരും വഴക്കുറയാണ്. കാരണം എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കാരണം സോപ്പിട്ടൊന്നും ഫുഡ് സാധനം കഴുകൂല. പക്ഷെ പുറം കഴുകിയാൽ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. എന്നാൽ ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ഓക്കെ, അകത്തോട്ട് ഇത് പോകണ്ട. പക്ഷെ മോനെ ഈ പച്ചക്കറി ഇത് ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ ഈ സാധനം പാക്ക് ചെയ്ത് തന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശംഭു ഇട്ട് തിരുമുന്നുണ്ടായിരുന്നു. ശംഭുവാണ് വളരെ മോശമായിപ്പോയി. ഹാൻഡ്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. കോഴ്സ് ഒരുപാട് മനുഷ്യർ പണിയെടുക്കുന്ന, കഷ്ടപ്പെട്ട് വെയിലത്ത് പണിയെടുക്കുന്ന മനുഷ്യരുടെ കൈമറിഞ്ഞാണ് ഈ സാധനം ഇവിടെ എത്തുന്നത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഇവർ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുമെന്നോ എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നോ അറിയാത്തതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ശരിയല്ല. അതിന്റെ അകവും കൂടെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടല്ലേ ഭയങ്കര ബുദ്ധിയാ. ഇങ്ങനത്തെ ഹാൻഡ്സിന്റെ ഒക്കെ സ്മെല്ല് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഇത് പ്രോപ്പർ ആയിട്ട് വൃത്തിയാക്കും എന്നുള്ളൊരു ഐഡിയ എനിക്ക് അറിയില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കണിയൻ സാർ അങ്ങനെ പറയരുത്. ഞാൻ പോകുന്നു. ബൈ ബൈ.